മിസ്റ്റർ എക്സിന്റെ ആറാമത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻപ് ചെയ്ത കഥകളുടെ പ്ലേലിസ്റ്റ് താഴെ നൽകുന്നുണ്ട്. കൂടാതെ ഈ കഥയിൽ പരാമർശിക്കുന്ന സാവോയിലെ നരഭോജികൾ എന്ന കഥയും 4 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിടാം. എനിക്ക് സുപരിചിതമായിട്ട് അറിയാവുന്നതും നരഭോജികൾ ധാരാളം ഉള്ളതുമെന്ന് കുപ്രസിദ്ധി ആർജിച്ച എല്ലാ പ്രദേശങ്ങളിലും വെച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്ന ദേശമാണ് ഏറ്റവും മോശപ്പെട്ട ഒന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ മാത്രമല്ല, സാക്ഷാൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ തൻ്റെ എഴുത്തുകളിൽ പലപ്പോഴും പരാമർശിച്ച സ്ഥലങ്ങളിൽ ഒന്നുമാണിത്. പോർച്ചുഗീസ് അതിർത്തിയുടെ ഭാഗത്തുള്ള മാൻഡിബയിൽ നിന്നും നദിക്കരയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശ ഭാഗത്തുള്ള മംഗോച്ചിയിലെത്തും. അവിടെ നിന്നും വീണ്ടും മുൻപോട്ട് പോവുകയാണെങ്കിൽ നംവേരയ്ക്ക് സമീപത്തായിട്ട് ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേരും. ഈ ത്രികോണത്തിൻ്റെ 3-ാമത്തെ പകുതിയിലൂടെ സഞ്ചരിച്ചാൽ ഞാൻ പറയുന്ന സ്ഥലത്ത് എത്താം. വളരെയേറെ ജനസാന്ദ്രതയേറിയ പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായ മൃഗങ്ങളുമില്ല. ധാരാളം കുറ്റിക്കാടുകൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാട്ടുപന്നികളെ കൂടാതെ കുറ്റിക്കാട് പന്നി, അതായത് ബുഷ് പിഗ് എന്ന് വിളിക്കുന്ന ഒരിനം കാട്ടുപന്നിയുണ്ട്. ഇത് രണ്ടും സിംഹത്തിന് വളരെ പ്രിയപ്പെട്ട ആഹാരമാണ്. നരഭോജികളാൽ കുപ്രസിദ്ധമായ ഇത്തരം ജില്ലകളെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കുകയും അവയെക്കുറിച്ച് നിങ്ങളോട് സംവദിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോൾ ഓരോ ദേശത്തെക്കുറിച്ചുമുള്ള എൻ്റെ ഓർമ്മകൾ വ്യത്യസ്ത വികാരങ്ങളായിരിക്കും എന്നിൽ ഉയർത്തുക. ഇവിടെ നരഭോജി ആക്രമണങ്ങൾക്ക് വളരെയധികം പേരുകേട്ട ഒരു തീരദേശ മേഖലയുണ്ട്. അതുകൂടാതെ തെക്കൻ ന്യാസാലാൻഡിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നരഭോജികൾ വിഹരിക്കുന്ന മറ്റൊരു സ്ഥലവുമുണ്ട്. സാംബസി നദിയുടെ താഴ്വരയോട് ചേർന്ന് അതുപോലെ മറ്റൊന്നുകൂടിയുണ്ട്. അടുത്തതാകട്ടെ ന്യാസ തടാകത്തിനോട് ചേർന്നാണുള്ളത്. പോർച്ചുഗീസ് അതിർത്തിയിലായിട്ട് നിലകൊള്ളുന്ന ഈ ദേശത്ത് വെച്ച് എനിക്കുണ്ടായൊരു നായാട്ട് അനുഭവത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ടാങ്കനിക്കയിലെ ലിൻഡി എന്ന പ്രവിശ്യ ഏതാണ്ട് പരിപൂർണമായിട്ടും വന്യമൃഗങ്ങൾ നിറഞ്ഞതായിരുന്നു. കൂടാതെ ടാങ്കനിക്കയിലേതുപോലെ സിംഹമനുഷ്യർക്കും നരഭോജികൾക്കും കുപ്രസിദ്ധമായിട്ടുള്ള ഉസോറി ജില്ല വേറെയുമുണ്ട്. പാറ്റേഴ്സൺ തന്റെ പ്രസിദ്ധമായ സാവോയിലെ നരഭോജികളെ വെടിവെച്ചു കൊന്നത് നൈഗ വനാന്തരങ്ങളിലെ മുൾക്കാടുകളിൽ വെച്ചാണ്. ഇപ്പോഴും ആ സ്ഥലത്ത് ധാരാളം നരഭോജികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആഫ്രിക്കയിൽ കുടിയേറി വന്ന വെള്ളക്കാരെ പോലെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇത്തരം അപകടങ്ങളെക്കുറിച്ച് കാര്യമായിട്ടുള്ള യാതൊരു ധാരണയുമില്ല. അവർക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് കാരണം ഇത്തരം കുപ്രസിദ്ധമായിട്ടുള്ള ദേശങ്ങളിൽ വെച്ച് നരഭോജികൾക്ക് ഇരകളായവരെല്ലാം 1-2 ആളുകളെ മാറ്റി നിർത്തിയാൽ അവിടെയുള്ള പ്രാദേശികവാസികളാണ്. അതുകൊണ്ട് അതൊന്നും വലിയ വാർത്ത ആകാറില്ല. എങ്കിലും ഇക്കാലത്ത് കുറച്ചെങ്കിലും ആളുകൾ ഇതേക്കുറിച്ച് പഠിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് അപൂർവമായിട്ട് മാത്രം എഴുതപ്പെട്ട ന്യൂസ് പേപ്പറുകൾ എടുത്ത് പഠിക്കുവാനാണ് ഇത്തരം അന്വേഷികൾ ശ്രമിക്കുന്നത്. എന്നാൽ അതവർക്ക് എത്രത്തോളം ഗുണകരമാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത്തരത്തിലുള്ള അപക്വമായിട്ടുള്ള ചരിത്രാന്വേഷണത്തിന് ഞാൻ യാതൊരു വിലയും കൊടുക്കാറില്ല. കാരണം ഒരു വെള്ളക്കാരനെ നരഭോജി ആഹരിച്ചാൽ മാത്രമാണ് അതൊരു വാർത്തയാകൂ. ഒരു ആഫ്രിക്കനെ നരഭോജി ആഹരിച്ചാൽ അതൊരു വാർത്തയേ അല്ല. അതുകൊണ്ട് തന്നെ പത്രത്താളുകളിൽ അതവർക്ക് കണ്ടെത്തുവാനും കഴിയില്ല. മറ്റൊരു കാര്യം, കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് ഒരു വെള്ളക്കാരനെ നരഭോജികൾ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പത്രം മാത്രം ഉപയോഗിച്ചുള്ള ഇത്തരം ചരിത്രാന്വേഷണങ്ങൾ അപൂർണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മൊംബാസയിൽ നിന്നും വിക്ടോറിയ തടാകത്തിലേക്കുള്ള റെയിൽപാതയുടെ നിർമ്മാണം 3 അല്ലെങ്കിൽ 6 ആഴ്ചകളോളം നിർത്തിവെച്ചിരുന്നു. കൃത്യം ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അത്തരമൊരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ലോകമാസകലം അറിയപ്പെടുന്ന സാവോയിലെ നരഭോജികളെക്കുറിച്ച് ആരും ഒരിക്കലും അറിയില്ലായിരുന്നു. അന്ന് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന കൂലി തൊഴിലാളികൾ ശക്തിയുക്തം സമരം ചെയ്യുകയും സാവോയിലെ നരഭോജികളെ വെടിവെച്ച് കൊല്ലും വരെ ജോലി ചെയ്യുവാനായിട്ട് വിസമ്മതിക്കുകയും ചെയ്തു. ഈ സിംഹങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ വരെ പരാമർശിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. കൂടാതെ ഈ സിംഹങ്ങൾ കുറഞ്ഞത് 2 വെള്ളക്കാരെങ്കിലും കൊന്നിരുന്നു. അവരിൽ ഒരാളെ ആഹരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ സംഭവം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഈ സംഭവത്തെ കൂടാതെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ തിരഞ്ഞാൽ കിട്ടുക വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടാളിയോടൊപ്പം വേട്ടയാടുവാനായിട്ട് ഇറങ്ങിയ ഒരു വെള്ളക്കാരൻ ബാങ്ക് ഉദ്യോഗസ്ഥനെ ചിക്വാവ ജില്ലയിൽ വെച്ച് പിടികൂടിയ ഒരു നരഭോജിയെക്കുറിച്ചുള്ള പരാമർശം മാത്രമായിരിക്കും. അതല്ലാതെ ആഫ്രിക്കയിൽ വിഹരിച്ച കുപ്രസിദ്ധരായിട്ടുള്ള നരഭോജികളെക്കുറിച്ച് വേറെ യാതൊരു പരാമർശവും കണ്ടെത്തുവാനായിട്ട് കഴിയില്ല. ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ അന്നുവരെ അച്ചടിച്ചു വന്ന ഫയലുകൾ തിരഞ്ഞ് ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് ഒരു ഗവേഷകന് മാസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. പക്ഷെ അവർ ഒരു കാര്യം അപ്പോഴും തിരിച്ചറിയുന്നില്ല. അവർ ഇത്തരം പത്രത്താളുകളിൽ മുങ്ങിത്താഴുന്ന സമയത്തും കിഴക്കൻ ആഫ്രിക്കയിലും അല്ലെങ്കിൽ മധ്യ ആഫ്രിക്കയുടെ ചില പ്രദേശങ്ങളിലും അപ്പോഴും അവിടെയുള്ള നാട്ടുകാരെ വന്യമൃഗങ്ങൾ കൊല്ലുകയും ആഹരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഞാൻ മേൽപ്പറഞ്ഞ മാൻഡിബ മാങ്കോച്ചി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് വർഷത്തിൽ, അതും ചില വർഷങ്ങളിലെ അപൂർവമായിട്ടുള്ള ചില മാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ നരഭോജികളിൽ നിന്നുമുള്ള ആക്രമണ ഭീഷണി ഇല്ലാതെ കടന്നു പോകാറില്ല. ചുരുക്കി പറഞ്ഞാൽ നരഭോജികളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇല്ലാതെ
ഒരു വർഷം കടന്നു പോകുന്നത് ഇവിടങ്ങളിൽ വളരെ അസാധാരണമാണ്. ഇവിടെയുള്ള ജനസംഖ്യ എടുത്താൽ അവർ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളാണ്. ഇവർ കുന്തം വഹിക്കാറില്ല. അവരുടെ ആയുധങ്ങൾ കൈക്കോടാലികളും കത്തികളും മാത്രമാണ്. ഈ ദേശത്ത് ജീവിക്കുന്ന ആ ജനത എത്രത്തോളം സഹനം നേരിട്ടു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അവബോധം നൽകുവാനായിട്ട് ഞാൻ ഇനി കീഴെ പറയുന്ന ഏതാനും സംഭവങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചേക്കാം. അക്കാലത്ത് മാൻഡിംബ മുതൽ ലുജണ്ടയിലേക്ക് ഒഴുകുന്ന നദിയായ നമാരംബ തടാകത്തിൻ്റെ സമീപത്തുള്ള പോർച്ചുഗീസ് പ്രദേശത്തിൻ്റെ താഴ്വാര പ്രദേശത്താണ് ഞാൻ ക്യാമ്പ് ചെയ്തത്. ബ്രിട്ടീഷ് അതിർത്തിയുടെ ഭാഗത്തുള്ള ഈ ദുർഘട ദേശത്താണ് എൻ്റെ നല്ലവനായ അനുയായിയും ബാലനുമായ അലിയുടെ വീടുള്ളത്. അവൻ തൻ്റെ വീട്ടുകാരെ കാണുവാനായിട്ട് ഗ്രാമത്തിലേക്ക് പോയ സമയമായിരുന്നു അത്. വൈകാതെ അലി ഒരു കഥയും കൊണ്ടാണ് മടങ്ങി വന്നത്. പിന്നെ ആ കഥ എനിക്കവൻ കൈമാറി. 5ഓളം നരഭോജി സിംഹങ്ങൾ അവൻ്റെ ഗ്രാമം ഉൾപ്പെടുന്ന ആ ജില്ലയാകെ ആക്രമിക്കുകയാണ്. അവിടെയുള്ള ജില്ലാ കമ്മീഷണർ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് അതേ നാട്ടുകാരനായ ഒരു പോലീസുകാരനെ റൈഫിളുമായിട്ട് അവിടേക്ക് അയച്ചു. അയാൾക്ക് പിന്നാലെ ഏതാനും നാട്ടുകാർ ലൈസൻസ് ഇല്ലാത്തതും നിയമവിരുദ്ധവുമായിട്ടുള്ള പഴഞ്ചൻ നാടൻ തോക്കുകളും എടുത്തുകൊണ്ട് അനുഗമിച്ചു. അങ്ങനെ ഒരു ദിവസം പൂർണ്ണചന്ദ്രനുള്ള ഒരു രാത്രിയിൽ വെച്ച് അവർ ജില്ലയെ നടുക്കിയ 5 നരഭോജികളെയും ഒരുമിച്ച് കണ്ടുമുട്ടി. പോലീസുകാരൻ റൈഫിളിൽ നിന്നും തുടർച്ചയായിട്ട് വെച്ച മാരകമായ വെടികളേറ്റ് 5 എണ്ണത്തിൽ 3 എണ്ണവും തൽക്ഷണം കൊല്ലപ്പെട്ടുവെന്ന് അലി എന്നോട് പറഞ്ഞു. എനിക്കത് അല്പം അവിശ്വസനീയമായിട്ട് തോന്നി. അതേ സമയത്ത് മസിൽ ലോഡർ തോക്ക് കൈവശമുള്ള ഒരാൾ അവശേഷിച്ച 2 സിംഹങ്ങളിൽ ഒന്നിനെയും കൊന്നു. പക്ഷെ 5ാമത്തെ സിംഹം മാത്രം അവരുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അലി വീണ്ടും തൻ്റെ ആളുകളെ കാണുവാനായിട്ട് ആ ഗ്രാമത്തിലെത്തി. അതിനുശേഷം അവൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അപ്പോഴവന് പറയുവാനുണ്ടായത് മറ്റൊരു കഥയാണ്. അതേ പോലീസുകാരനെ വീണ്ടും ജില്ലാ കമ്മീഷണർ പുതിയതായിട്ട് പ്രത്യക്ഷപ്പെട്ട 3ഓളം വരുന്ന നരഭോജികളെ അമർച്ച ചെയ്യുവാൻ വീണ്ടും അതേ ജില്ലയിലേക്ക് അയച്ചു അത്രേ. ഇത്തവണയും അയാൾ 2 നരഭോജികളെ വെടിവെച്ച് കൊന്നുവെന്നും അവൻ എന്നോട് പറഞ്ഞു. ഇപ്രാവശ്യവും 3 സിംഹങ്ങളിൽ 2 എണ്ണം കൊല്ലപ്പെട്ടു. പക്ഷേ ഒരെണ്ണം അവിടെയും രക്ഷപ്പെട്ടു. എന്നാൽ അതിൻ്റെ തുടർച്ചയെന്നോണം ആ വർഷം അവസാനിക്കും മുൻപായിട്ട് അലിയുടെ അകന്ന ഒരു ബന്ധുവിനെ വിവാഹം കഴിച്ചൊരു സ്ത്രീയെ ആ നരഭോജി കൊന്ന് ആഹരിക്കുകയുണ്ടായി. ഇത്തവണ അതൊരു ഒറ്റയാൻ സിംഹമായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. ഈ സ്ത്രീയും അവളുടെ ഭർത്താവും ഏതാനും മൈലുകൾ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലെ അവരുടെ ചില ബന്ധുക്കളെ സന്ദർശിക്കുവാനായിട്ട് പോയതായിരുന്നു. ഇവർ മുസ്ലിങ്ങളായതുകൊണ്ട് മദ്യം ഉപയോഗിക്കാറില്ല. എന്നാൽ തീർച്ചയായിട്ടും അവരിൽ കുറച്ച് ആളുകളെ സദായിപ്പോഴും മദ്യപിച്ച നിലയിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഈ സ്ത്രീയും അവളുടെ പുരുഷനും മദ്യപിച്ചിരുന്നോ ഇല്ലയോ അത് നമുക്കറിയില്ല. എന്നാൽ അവർ മദ്യപിച്ചിരിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥം കുറഞ്ഞ പക്ഷം ആ സ്ത്രീയെങ്കിലും ഉപയോഗിച്ചിരിക്കണം. കാരണം ഞാൻ ഇനി പറയുവാൻ പോകുന്ന അവരുടെ കഥയിൽ നിന്നും അത് ഊഹിച്ചെടുക്കാം. അങ്ങനെ അവർക്ക് സ്വന്തം വീട്ടിലേക്ക് പുറപ്പെടുവാനുള്ള സമയം എത്തി. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവർക്ക് വീട്ടിലെത്തുവാനായിട്ട് 2 വഴികളുണ്ടായിരുന്നു. അതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഒരു വഴിയാകട്ടെ ദൂരം കുറഞ്ഞതാണ്. എങ്കിലും കുറ്റിക്കാടുകളും പുല്ലുകളും നിബിഡമായിട്ട് നിറഞ്ഞതും ജനങ്ങൾ വളരെ വിരളമായിട്ട് സഞ്ചരിക്കുന്നതുമായിട്ടുള്ള പാതയാണത്. അടുത്ത വഴിയാകട്ടെ വളരെ ദൈർഘ്യമേറിയതും നിരവധി ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നുമാണ്. ഈ പാതയാകട്ടെ നല്ല വീതിയുള്ളതും ജനങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കുന്നതുമാണ്. ഇവർ തമ്മിൽ ഏതു വഴിയിലൂടെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തർക്കമുണ്ടായി. ജനങ്ങൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പാതയാണ് നല്ലത് എന്നും അത് സുരക്ഷിതമായിരിക്കുമെന്നും ഭർത്താവ് അവളോട് പറഞ്ഞു. എന്നാൽ ഭാര്യയാകട്ടെ തനിക്ക് നല്ല ശരീരവേദനയും ഉറക്കക്ഷീണവും ഉള്ളതുകൊണ്ട് കുറ്റിക്കാട് നിറഞ്ഞതും ദൂരം കുറഞ്ഞതുമായ കുറുക്കുവഴി തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. 2 പേരും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ ഇരുവരും വേർപിരിഞ്ഞ് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. അയാൾ തൻ്റെ വഴിയും സ്ത്രീ അവളുടെ വഴിയും തിരഞ്ഞെടുത്തു. ഇവിടെയാണ് അവർ മദ്യപിച്ചിരിക്കാമെന്ന സംശയം എനിക്ക് ബലപ്പെട്ടത്. കാരണം രാത്രിയിൽ ദുർഘടമായിട്ടുള്ള കുറ്റിക്കാട്ടിലൂടെ ഒരു ആഫ്രിക്കൻ സ്ത്രീ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ പിറ്റേന്ന് രാവിലെ കണ്ടെത്തിയ സൂചനകൾ പറഞ്ഞത് അവൾ വഴിയിൽ ഒരിടത്ത് ഉറങ്ങുവാൻ കിടന്നിട്ടുണ്ട് എന്നാണ്. അവിടെ വച്ചാണ് ആ നരഭോജി അവളെ കണ്ടുമുട്ടിയതും. താൻ പിടിക്കപ്പെട്ടുവെന്ന് അവൾ ഒരിക്കലും അറിയുവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ഒരു പോരാട്ടം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ ഇല്ലായിരുന്നു. അതേ സമയത്ത് വളഞ്ഞ വഴിയിലൂടെ വീട്ടിലെത്തിയ ഭർത്താവാകട്ടെ തൻ്റെ ഭാര്യ ഇതിനോടകം വീട്ടിലെത്തിയെന്ന് പ്രതീക്ഷിച്ചാണ് കയറി വന്നത്. കാരണം അവൾ തിരഞ്ഞെടുത്ത വഴി ദൂരം വളരെ കുറഞ്ഞ ഒന്നാണ്. എന്നാൽ അന്ന് രാത്രി പുലർന്നിട്ടും അവൾ വീട്ടിൽ വന്നില്ല. പിറ്റേന്ന് അതിരാവിലെ അവളെ അന്വേഷിക്കുവാൻ അവൻ ഗ്രാമത്തിൽ നിന്നും നിരവധി പുരുഷന്മാരെയും കൂട്ടി പുറപ്പെട്ടു. അവൾ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയാവാം. അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ അവൾ ഉറങ്ങുവാനായിട്ട് കിടന്നുവെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് അവർ എത്തിയപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നാണ്. അവിടെ അവരെ വരവേറ്റത് ഒരു സിംഹത്തിൻ്റെ കാലടയാളങ്ങളും സ്ത്രീയുടെ ചിതറിത്തെറിച്ച രക്തവുമായിരുന്നു. ചോരച്ചാലുകളെ പിന്തുടർന്നു പോയപ്പോൾ കുറച്ച് ദൂരെ മാറി അവളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതും കണ്ടു. നരഭോജി സിംഹം അപ്പോഴും അവളുടെ അവശേഷിപ്പുകളിൽ നിന്നും 50ഓളം വാര മാറി കാട്ടുതീയിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട ഒരു ചെറിയ പുൽക്കൂട്ടത്തിൻ്റെ മറവിൽ കിടപ്പുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട അവർ ഏതാനും മൈലുകൾ അകലെയായി വലിയൊരു പുകയിലത്തോട്ടത്തിൻ്റെ ഉടമയായ വെള്ളക്കാരനെ വിളിച്ചുകൊണ്ടുവരുവാൻ കൂട്ടത്തിലുള്ള ഒരാളെ വേഗത്തിൽ അയച്ചു. ആ വെള്ളക്കാരൻ യാതൊരു മടിയും കൂടാതെ റൈഫിളുമായിട്ട് അവിടേക്കെത്തി. അപ്പോഴും സിംഹം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളക്കാരനാകട്ടെ വളരെയേറെ പരിഭ്രാന്തരായിരുന്നു.
അയാൾ 2 തവണ വെടിവെച്ചെങ്കിലും കൈ വിറച്ചതുമൂലം 2 വെടിയും കൊണ്ടില്ല. അതേസമയം ഒരു മുൻ അസ്കാരി, അതായത് പ്രാദേശികവാസിയായിട്ടുള്ള സൈനികൻ, ഇയാളിൽ നിന്നും ആ റൈഫിൾ പിടിച്ചു വാങ്ങിയിട്ട് സിംഹത്തെ വെടിവെച്ചു കൊന്നു. ഇതിൽ വിചിത്രമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ആ വെള്ളക്കാരൻ 2 വട്ടം വെടി പൊട്ടിച്ചെങ്കിലും ആ നരഭോജി കിടന്നിടത്തു നിന്നും അനങ്ങിയില്ല. അവസാനം അസ്കാരി റൈഫിൾ പിടിച്ചു വാങ്ങിയപ്പോൾ മാത്രമാണ് അവൻ രക്ഷപ്പെടുവാനായിട്ട് എഴുന്നേറ്റത്. അവൻ എഴുന്നേറ്റതോടെ മർമ്മം നോക്കി കൃത്യമായിട്ട് നിറയൊഴിക്കുവാനും അയാൾക്ക് സാധിച്ചു. ഇനി മറ്റൊരു കഥ പറയാം. നരഭോജിയിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. 6 അടി പൊക്കമുള്ള വളരെ വലിയൊരു മനുഷ്യനായിരുന്നു അവൻ. മധ്യ ആഫ്രിക്കയിൽ ജീവിക്കുന്ന മിക്ക ആണുങ്ങളും ഉയരം കുറഞ്ഞവരും കരുത്തുറ്റ ശരീരമുള്ളവരുമാണ്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അയാളുടെ ഈ ശാരീരിക സവിശേഷത അസാധാരണമായിട്ടുള്ള ഒന്നാണ്. ഉയരത്തിനനുസരിച്ചുള്ള വണ്ണവും അഗാധമായിട്ടുള്ള ശബ്ദവും അവനുണ്ടായിരുന്നു. എങ്കിലും അവനൊരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്താൽ അതിൽ വിജയിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് അവൻ്റെ മുഖം വളരെ ബീഭത്സമായിട്ടാണ് കാണപ്പെട്ടത്. അതിനു പിന്നിൽ ഒരു നരഭോജി സിംഹമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞ കഥ ഇപ്രകാരമാണ്. നല്ല ചൂടുള്ള ഒരു രാത്രിയിൽ ഗ്രാമത്തിലെ മറ്റംഗങ്ങളെപ്പോലെ അവനും ഭാര്യയും വീടിന് പുറത്തൊരു പായയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവൻ തൻ്റെ തലക്കരികിൽ നിലത്തായിട്ട് ഒരു ചെറിയ കൈക്കോടാലി വെച്ചിരുന്നു. അന്ന് രാത്രിയിൽ എപ്പോഴും ഒരു സിംഹം പതുങ്ങി വന്ന് അവൻ്റെ മുഖത്ത് കടിച്ചു പിടിച്ച് വലിച്ചഴിക്കുവാൻ തുടങ്ങി. അയാൾക്കൊന്നും നിലവിളിക്കുവാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ മരണവെപ്രാളത്തിൽ അവൻ്റെ കാലുകൊണ്ടുള്ള ചവിട്ട് സമീപത്ത് കിടന്ന ഭാര്യയുടെ മുഖത്ത് കൊണ്ടു. അവൾ ഞെട്ടി ഉണർന്നു. ചന്ദ്രൻ്റെ തീവ്ര വെളിച്ചത്തിൽ തൻ്റെ മുൻപിൽ എന്താണ് സംഭവിക്കുന്നത് എന്നവൾ കണ്ടു. തൽക്ഷണം അവൾ നിലത്ത് കിടന്ന ആ കൈക്കോടാലിയും എടുത്ത് സിംഹത്തിൻ്റെ പിന്നാലെ ഓടിയെത്തി. എന്നിട്ട് ആ കൈക്കോടാലി ഉപയോഗിച്ച് അതിൻ്റെ തലയിൽ പലതവണ ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ആക്രമണത്തിൽ സിംഹം അമ്പരന്ന് പോയെന്ന് പറയാം. നരഭോജി അവൻ്റെ മുഖത്തു നിന്നും കടിവിട്ടു. അപ്പോഴേക്കും സ്ത്രീയുടെ അലർച്ചയും നിലവിളിയും കേട്ട് ബാക്കിയുള്ള ഗ്രാമീണരും ഞെട്ടി ഉണർന്നു. അവർ സിംഹത്തിന് നേരെ ഒച്ച വെച്ച് കയ്യിൽ തറഞ്ഞ ആയുധങ്ങളുമായിട്ട് ഓടിയെടുത്തു. നരഭോജിക്ക് ആ സമയത്തും അവരിൽ പലരെയും ആക്രമിക്കാമായിരുന്നു. എന്തോ അവനത് തോന്നിയില്ല. അവൻ ദൂരേക്ക് ഓടി മറഞ്ഞു. കടിയേറ്റ മനുഷ്യൻ്റെ മുഖമാകട്ടെ തകർന്നു തരിപ്പണമായിരുന്നു. സിംഹത്തിൻ്റെ വായുടെ കോണിലുള്ള നീളമുള്ള ഒളിപ്പല്ലുകൾ അയാളുടെ മുഖത്ത് എവിടെയാണ് ആഴത്തിൽ ആഴുന്നത് എന്ന് അയാളെ നേരി കാണുന്ന ഏതൊരാൾക്കും വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. അത്ഭുതം എന്താണെന്നാൽ ആ പല്ലുകൾ തലയോട്ടിയിൽ കയറിയിരുന്നില്ല. ഒപ്റ്റിക് നാഡിക്ക് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. റെറ്റിനയിൽ നിന്നും തലച്ചോറിലേക്ക് ദൃശ്യവിവരങ്ങൾ കൈമാറുന്ന ജോഡിയായിട്ടുള്ള ക്രേനിയൽ നാഡിയാണ് ഒപ്റ്റിക് നെർവ്. ഇത് ക്രേനിയൽ നെർവ് 2 എന്നും അറിയപ്പെടുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, ആ നിർഭാഗ്യവാന്റെ മുഖം അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. നിർഭാഗ്യകരം എന്ന വാക്കാണ് അതേക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എങ്കിലും എനിക്കറിയാം ഇതേക്കുറിച്ച് പറയുവാൻ അതൊരു ഉചിതമായിട്ടുള്ള പദമേ അല്ല. കാരണം ഒരു നരഭോജിയുടെ വായ്ക്കുള്ളിൽ മുഖം കടത്തിയ ശേഷം പിന്നെ ആ കഥകൾ പറയുവാനായിട്ട് ജീവനോട് അവശേഷിച്ചവർ ലോകത്ത് അധികമൊന്നുമില്ല. ഈ മനുഷ്യൻ അത്തരക്കാരിൽ ഒരുവനായിരുന്നു. മറ്റൊരു കൗതുകമുള്ള കാര്യം, ഈ സംഭവം നടന്നതിൽ അയാൾ വളരെ ആഹ്ലാദവാനായിരുന്നു. തൻ്റെ രൂപമാറ്റത്തിൽ ലജ്ജ തോന്നേണ്ടതിന് പകരം അവൻ അതിൽ അഭിമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം പരിചയപ്പെടുന്ന എല്ലാവരോടും ഈ കഥ വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്. നിങ്ങൾ എന്തിനാണ് ഒരു സിംഹത്തെ പേടിക്കുന്നത്? എന്നെ കണ്ടു പഠിക്ക്. ഞാനല്ലേ അതിന് ഏറ്റവും നല്ല ഉദാഹരണം. ഒരു സിംഹത്തിനും എന്നെ കൊല്ലുവാൻ കഴിയില്ല. ഒരെണ്ണം ശ്രമിച്ചു നോക്കിയതാണ്. അതാണ് എൻ്റെ മുഖത്തെ ഈ പാടുകൾ. എന്നിട്ടെന്തായി? ഞാൻ ഇപ്പോഴും ജീവനോടെ ഇവിടെയുണ്ട്. കണ്ടുമുട്ടുന്ന എല്ലാവരോടും അയാൾ ഇങ്ങനെയാണ് പറയാറ്. അവൻ്റെ ഭാര്യ അന്ന് രാത്രിയിൽ തൻ്റെ പുരുഷൻ്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് ചെയ്ത ആ പ്രവൃത്തി അങ്ങേയറ്റം ധീരമായിട്ടുള്ള ഒന്നായിരുന്നു. പക്ഷെ അവളാകട്ടെ അവനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് താൻ മഹത്തരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് ഭാവിച്ചിരുന്നില്ല. ഞാൻ ഇതേക്കുറിച്ച് ഒരിക്കൽ അവളോട് സംസാരിച്ചു. അപ്പോൾ അവൾ വെറുതെ എന്നെ നോക്കി തോളും കുലുക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ എൻ്റെ ആളാണ് ബ്വാന. ആഫ്രിക്കക്കാർ ബഹുമാനസൂചകമായിട്ട് വിളിക്കുന്ന പദമാണ് ബ്വാന. എനിക്ക് അവനെ അത്ര ഇഷ്ടമാണ്. ഒരു സിംഹവും അവനെ കൊണ്ടുപോകുന്നത് അനുവദിക്കുവാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല ആ സമയത്ത് പേടിക്കുവാനുള്ള സമയവും എനിക്കില്ലായിരുന്നു. അവൻ്റെ രൂപത്തെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തി. അപ്പോഴവൾ പിറുപിറുക്കും പോലെ അതേ സൗമ്യമായിട്ടുള്ള പുഞ്ചിരി കൈമോശം വരാതെ എന്നോടിങ്ങനെ പറഞ്ഞു, അതിലൊക്കെ എന്താണ് കാര്യം ബ്വാന? അവൻ ഇപ്പോഴും എൻ്റെയാണ്. അവൻ്റെ മുഖമാണ് മാറിയത്. ഹൃദയം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവന് ഇപ്പോഴും എന്നെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. എനിക്ക് അവനെയും. ചില ആളുകൾ ആഫ്രിക്കക്കാരന് പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ നിശ്ചയമായിട്ടും ഈ കഥ അറിഞ്ഞിരിക്കണം. റൊഡേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരുവൻ്റെ ഭാര്യയ്ക്കുണ്ടായ ഞെട്ടിക്കുന്ന ഒരു കഥയാണ് അടുത്തതായിട്ട് നിങ്ങളോട് പറയുന്നത്. അവൾ തൻ്റെ 2 ചെറിയ കുട്ടികളെയും ഒരു കൈക്കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് തൻ്റെ ഗ്രാമത്തിലെ കുടിലിൽ ഉറങ്ങുകയായിരുന്നു. ആ സമയം ഒരു നരഭോജി ഈറ്റ വാതിൽ വഴി അകത്തേക്ക് കയറുവാനായിട്ട് ശ്രമിച്ചു. കുടിലിൽ മുനിഞ്ഞു കത്തുന്ന ചെറിയ തീയുടെ വെളിച്ചത്തിൽ അവളത് കണ്ടു. ധൈര്യം കൈവെടിയാതെ അവളൊരു വലിയ വെട്ടുകത്തിയോ അതോ കോടാലിയോ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ ആയുധമെടുത്ത് സിംഹത്തിൻ്റെ മൂക്കിനെ ലക്ഷ്യമാക്കിയിട്ട് ആയത്തിൽ വീശി. ഞെട്ടിക്കുന്ന ഒരു അലർച്ചയുടെ അകമ്പടിയോടെ ആ നരഭോജി പിൻവാങ്ങി.
ഈ സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തന്നെയാണ് അതേ മൃഗത്തെ കൊന്നത്. അത് ആ മൃഗം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത് ആ സ്ത്രീയുടെ മൊഴിമൂലമായിരുന്നു. കൊല്ലപ്പെട്ട സിംഹത്തിന്റെ മുഖത്ത് അതിന്റെ അസ്ഥിയിൽ വരെ ആഴ്ന്നിറങ്ങിയൊരു മുറിവുണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് ഞങ്ങൾ ആ നിഗമനത്തിൽ എത്തിയതും. നരഭോജികളുടെ ആക്രമണങ്ങളിൽ നിന്നും ചിലർ മാത്രം എങ്ങനെയാണ് തലനാരിടിക്ക് രക്ഷപ്പെടുന്നത്? അവർക്കുണ്ടായ ഭാഗ്യം വിചിത്രമായിട്ട് തോന്നുന്നു. ഉദാഹരണത്തിന്, ഒരിക്കൽ വനത്തിന്റെ ഉള്ളിൽ വെച്ച് എന്നെ കാണുവാനായിട്ട് വന്ന ഒരു അപരിചിതൻ രാത്രിയിൽ ജ്വലിക്കുന്ന തീ കനലുകൾക്കടുത്ത് ഉറങ്ങുകയായിരുന്നു. അവനെ ഒരു നരഭോജി പിടികൂടി. അതിനെക്കുറിച്ച് ഞാൻ മുൻ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുമുണ്ട്. ഈ ദുരന്തമുണ്ടായ സമയത്ത് എൻ്റെ 2 കൂട്ടുകാർ അവനോടൊപ്പം ഒരേ പായൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഞെട്ടി ഉണർന്നപ്പോൾ കണ്ടത് തൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന അപരിചിതനെ പിടികൂടുവാനായിട്ട് നരഭോജി തൻ്റെ മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ്. ഇവരെ കൂടാതെ എൻ്റെ 30ഓളം വേലക്കാരും അതുപോലെ വേറെയും ചുമട്ടു തൊഴിലാളികളും ജോഡികളായിട്ട് പലയിടത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഈ സിംഹം ഈ പ്രത്യേക മനുഷ്യനെ മാത്രം പിടികൂടുവാൻ അവർക്ക് ചുറ്റും പരതി നടന്നു. എന്തുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ പ്രവർത്തിച്ചത്? എൻ്റെ പയ്യനും പാചകക്കാരനുമായ ഫ്രൈഡേ ഈ സംഭവം നടക്കുന്നതിനും അരമണിക്കൂർ മുൻപ് മലമൂത്ര വിസർജനത്തിനായിട്ട് കാട്ടിലേക്ക് പോയിരുന്നു. അവൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരുന്ന അതേ കുറ്റിക്കാടിൻ്റെ പിന്നിൽ ഈ നരഭോജി ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രൈഡേയെ അത് പരിപൂർണമായിട്ടും അവഗണിച്ചു. അവനെ പിടികൂടുവാനായിട്ട് അവൾക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമായിരുന്നു അത്. പക്ഷേ ആ സിംഹി അങ്ങനെ ചെയ്തില്ല. അതുപോലെ എൻ്റെ ഓർമ്മയിലുള്ള മറ്റൊരു സംഭവം ഇതാണ്. മങ്കോച്ചി ജില്ലയിൽ ഒരു നരഭോജി ഒരു കുടിലും തകർത്തുള്ളിൽ കയറി. അവൻ കടന്നു വന്ന വഴിയിൽ 2 കുട്ടികൾ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ അവരെ അവഗണിച്ച് അവർക്ക് മുകളിലൂടെ കവച്ചു നടന്ന കുടുംബനാഥനെ പിടികൂടുവാനായിട്ട് അയാളും ഭാര്യയും കിടക്കുന്നിടത്ത് അത് വന്നു. ഒടുവിൽ അയാളെയും കടിച്ചെടുത്തുകൊണ്ട് അത് ദൂരേക്ക് ഓടി മറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കഥ ഇതാണ്. സ്വദേശിയായിട്ടുള്ളൊരു യുവാവ് സൈക്കിളിൽ മലയും ഇറങ്ങി മാണ്ടിമ്പ നദിയുടെ കുറുകെയുള്ള പാലത്തിലൂടെ വരികയായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ അയാളുടെ സൈക്കിളിന് ബ്രേക്ക് കുറവായിരിക്കും, അതുകൊണ്ട് വിചാരിച്ച സ്ഥലത്ത് സൈക്കിൾ നിർത്തുവാനായിട്ട് കഴിഞ്ഞ് കാണില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഏതാണ്ട് ഇരുട്ട് വീണതുകൊണ്ട് തൻ്റെ മുൻപിലുള്ള കാഴ്ച എന്താണെന്ന് അയാൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ല. ആ പാലത്തിൽ തന്നെയും കാത്തു നിൽക്കുന്ന അപകടത്തെക്കുറിച്ച് അവന് യാതൊരു ധാരണയുമില്ലായിരുന്നു. അതെ, മാണ്ടിമ്പ പാലത്തിൻ്റെ അരികെ ചേർന്ന് ഇരുവശത്തുമായിട്ട് 2 സിംഹങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. അവർ അവിടെ നിന്നുകൊണ്ട് തങ്ങൾക്ക് നേരെ പൊടിയും പറത്തി വരുന്ന സൈക്കിളിനെയും അതിലെ യാത്രികനെയും നോക്കി. തന്നെ കാത്തു നിൽക്കുന്ന അപകടം എന്താണെന്ന് അവരോട് അടുത്ത് വന്നപ്പോൾ മാത്രമാണ് അയാൾ തിരിച്ചറിഞ്ഞത്. അവൻ്റെ കണ്ണുകൾ പേടികൊണ്ട് വിടർന്നിരിക്കാം, അല്ലെങ്കിൽ അവനൊന്ന് ആശ്ചര്യപ്പെട്ടിരിക്കാം. എന്തായാലും ആ കഥ നമ്മോട് പറയുവാൻ ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. തനിക്ക് സൈക്കിൾ നിർത്തുവാൻ കഴിയില്ലെന്ന് ഒരു ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞിരിക്കാം. അവൻ്റെ വരവും കാത്തു നിന്ന സിംഹങ്ങൾ നരഭോജികളായിരുന്നു. അവർ സൈക്കിൾ യാത്രക്കാരൻ്റെ മേൽ കുതിച്ചു ചാടുകയും അവനെ ആഹരിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ ഇതേ ദേശത്ത് വെച്ച് വേറെ ഒരു സംഭവമുണ്ടായി. വേനൽക്കാലത്തിൻ്റെ ആരംഭ സമയമായിരുന്നു അത്. റോഡിൻ്റെ സൈഡിൽ ഒരു വളവിലായിട്ട് 2 സിംഹങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. പൊടുന്നനെ 3 പേരടങ്ങുന്ന ഒരു യാത്രാ സംഘം ഈ വളവും തിരിഞ്ഞ് സിംഹങ്ങളുമായിട്ട് മുഖാമുഖം വന്നു. എന്നാൽ അവരെ സിംഹങ്ങൾ ഉപദ്രവിച്ചില്ല. അവരെ കടന്നു പോകുവാനായിട്ട് അനുവദിച്ചു. അവർ പോയ ശേഷം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5 പേരടങ്ങുന്ന മറ്റൊരു കൂട്ടം അതുവഴിക്ക് വന്നു. അവരിൽ ഒരാളെ നരഭോജികൾ പിടികൂടി. കാലടയാളങ്ങൾ പരിശോധിച്ചത് വെച്ച് തൊട്ടു മുൻപ് 3 മനുഷ്യരെ കടന്നു പോകുവാനായിട്ട് അനുവദിച്ച അതേ സിംഹങ്ങൾ തന്നെയാണിതെന്ന് മനസ്സിലായി. അതുപോലെ എനിക്കറിയാവുന്ന മറ്റൊരു കൊച്ചുകുട്ടിയുടെ കഥ കൂടി പറയാം. നമരമ്പ തടാകത്തിലെ ഗ്രാമത്തലവൻ്റെ മക്കളിൽ ഒരുവനായിരുന്നു അവൻ. ഞാനും ഈ ബാലനും വലിയ സുഹൃത്തുക്കളായിരുന്നു. അവൻ വളരെ പ്രസന്നമായ ഭംഗിയുള്ള ഒരു ചെറിയ കുട്ടിയാണ്. കൂടാതെ ബുദ്ധിമാനും നിരവധി കഴിവുമുള്ളവനായിരുന്നു. അവനെന്ന് ഏകദേശം 12 അതിൽ അല്പമോ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ അമ്മയുടെ നിക്ഷേപ പാത്രത്തിൽ മത്സ്യങ്ങളെയും അതുപോലെ കെണി വെച്ച് പിടിക്കുന്ന പക്ഷികളെയും നിറച്ച് സൂക്ഷിക്കലാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട വിനോദം. ഒരു സായാഹ്നത്തിൽ ഈ ബാലൻ തടാകത്തിൻ്റെ തീരത്തായിട്ട് തൻ്റെ തോണിയിലിരുന്ന് മീൻ പിടിക്കുകയായിരുന്നു. അതേസമയം ഒരു നരഭോജി വന്ന് അവനെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. ബാലനാകട്ടെ അത് അറിഞ്ഞുമില്ല. എത്ര നേരം അതവനെ നോക്കി നിന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ കുട്ടി സിംഹത്തിന് പുറംതിരിഞ്ഞു നിന്നതുകൊണ്ടാണ് അതിൻ്റെ സാന്നിധ്യം അറിയാതെ പോയത്. സിംഹത്തിൻ്റെ കാലടയാളങ്ങൾ അപഗ്രഥിച്ചതിൽ നിന്നും മനസ്സിലായത് ഇതാണ്: വെറുതെ ഒന്ന് കൈ നീട്ടിയാൽ മതിയായിരുന്നു അതവനെ പിടിക്കുവാനായിട്ട്. എന്നാൽ അതിന് ശ്രമിക്കാതെ അത് പിൻവാങ്ങി. ഈ സംഭവം ഉണ്ടായി കഷ്ടിച്ച് 10 നിമിഷം കഴിഞ്ഞപ്പോൾ ഏകദേശം 25 വാര അകലെ വെച്ച് വെള്ളം കോരുവാനായിട്ട് വന്ന ഒരു സ്ത്രീയെ ആ നരഭോജി കൊന്ന് ആഹരിച്ചു. ഈ മൃഗത്തിനെ പിടിക്കുവാനായിട്ട് എനിക്ക് ധാരാളം സമയം വേണ്ടി വന്നു. കാരണം ആ സീസണിൻ്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു. ദേശമെങ്ങും തഴച്ചു വളർന്ന പുല്ലുകളാണ് എനിക്ക് വിലങ്ങുതടിയായത്. സമൃദ്ധമായിട്ടുള്ള ഇത്തരം പുൽമൈതാനങ്ങൾ തീയിട്ട് കരിഞ്ഞുണങ്ങും മുൻപായിട്ട് ഇവിടെ വെച്ചൊരു സിംഹത്തെ വേട്ടയാടുവാനായിട്ട് വലിയ പ്രയാസമാണ്. ഈ ദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്: അവിടെയുള്ള ജനങ്ങൾ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുവാനായിട്ട് വിമുഖത ഉള്ളവരാണ്. വർഷത്തിൽ ചൂരൽ എലികൾ, അതായത് കെയിൻ റാറ്റിനെ തുരത്തുവാനും അവയെ കൊല്ലുവാനും മാത്രമാണ് അവർ പുല്ലുകൾ കത്തിക്കൂ. കെയിൻ റാറ്റ് എന്നറിയപ്പെടുന്ന തുരപ്പൻ എലികൾക്ക് 35 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. അവയെ പിടിച്ച് കൂട്ടിൽ വളർത്തുകയാണെങ്കിൽ സാധാരണ 6 മുതൽ 7 കിലോ വരെ തൂക്കം വെക്കും.
മറിച്ച് കാട്ടിൽ സ്വാഭാവികമായിട്ട് വളരുകയാണെങ്കിൽ ഇവയ്ക്ക് 10 കിലോഗ്രാം വരെ തൂക്കം വെക്കാറുണ്ട്. വലിപ്പമുള്ള റോഡന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണിത്. നിരന്തരമായിട്ട് മത്സ്യഭക്ഷണം കഴിച്ചു മടുത്ത് ഇവിടെയുള്ളവർക്ക് ഇത്തരം ജീവികൾ വളരെ പ്രിയങ്കരമാണ്. അതുകൊണ്ട് പുല്ലുകൾ സമയാസമയം കത്തിക്കാതെ കുറച്ചുകൂടി കാത്തിരുന്നാൽ ഈ ജീവികൾ അത് ആഹരിച്ച് കൂടുതൽ വളരുമെന്ന് വിചാരിച്ച് അവർ കാത്തിരിക്കും. പിന്നീട് തീയിട്ടാലും അതൊരു പരിപൂർണമായ തുറസായിട്ടുള്ള നിലമാവുകയില്ല. അപ്പോഴേക്കും വളർച്ച പൂർണ്ണമായിട്ട് ഉണക്കേറ്റ് തുടങ്ങിയ പുല്ലുകളിൽ വളരെ വേഗത്തിൽ തീ കത്തിക്കയറും. എന്നാൽ ഇലകൾ മാത്രമാണ് കരിയൂ. നീണ്ട് ശക്തമായ തണ്ടുകൾ അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിലൂടെ നിങ്ങൾ നടക്കുവാനായിട്ട് ശ്രമിക്കുന്നത് വളരെ പ്രയാസകരമാണ്. കാരണം തീയേറ്റത് മൂലം പുല്ലിൻ്റെ തണ്ടുകൾ ദൃഢമാവുകയും നിങ്ങൾ അതുവഴിക്ക് സഞ്ചരിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാവുകയും ചെയ്യും. കൂടാതെ മുറിവും ഏൽക്കും. നിങ്ങളുടെ ചവിട്ടേറ്റ് പുൽത്തണ്ടുകൾ വലിയ ഒച്ചയോടെ തകരും. ഈ മൂർച്ചയുള്ള അറ്റങ്ങൾ നിങ്ങളുടെ കാലുകളിലും കൈകളിലും, ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണുകളിലും വരെ തറഞ്ഞു കയറുവാൻ സാധ്യതയുണ്ട്. ആ പുൽക്കുറ്റികൾ നിങ്ങൾ പുറത്തെടുക്കുമ്പോൾ തൊലിയുടെ ഉള്ളിൽ അതിൻ്റെ ഒരു അംശം അവശേഷിക്കും. ഒരു കാരണവശാലും അത് പുറത്തെടുക്കുവാനായിട്ട് കഴിയില്ല. കാരണം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അത് ചാരമായിട്ട് പൊടിഞ്ഞു മാറുന്നു. ഇത്തരം മുറിവുകൾ സെപ്റ്റിക് ആവുകയും അതുമൂലം ഉഷ്ണമേഖല അൾസർ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള പുല്ലുകൾ വളർച്ച മുറ്റു മുൻപ് കൃത്യമായ സമയത്ത് കത്തിച്ചില്ലെങ്കിലുള്ള ദോഷം ഇതൊക്കെയാണ്. ആനയെക്കാളും ചെറിയ ഏതൊരു മൃഗത്തിൻ്റെയും കാലടയാളം നിങ്ങൾക്കിവിടെ കണ്ടെത്തുവാനും അതിനെ പിന്തുടരുവാനും സാധിക്കില്ല. ചുരുക്കത്തിൽ മുറിവേറ്റ് രക്തപാത അവശേഷിപ്പിക്കാത്ത ഒരു സിംഹത്തെ ഇത്തരം പ്രദേശത്തു കൂടി പിന്തുടരുക ഏറെക്കുറെ അസാധ്യമാണ്. ഈ ദേശത്തുള്ള ഗ്രാമങ്ങൾ താരതമ്യേന വലുതാണ്, അതുപോലെ ഇടവിട്ടുള്ളതുമാണ്. അതുമൂലം ഒരു ഇരയെ കൊന്ന ശേഷം മറ്റൊരു പ്രദേശത്തേക്ക് മാറുന്ന നരഭോജികളുടെ പതിവ് സമ്പ്രദായത്തെ പിന്തുടരാതെ നരഭോജികൾ ഇത്തരം ഗ്രാമങ്ങളുടെ പ്രാന്തപ്രദേശത്ത് ദിവസങ്ങളോളം തങ്ങുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ആയിരിക്കും ചിലപ്പോഴൊക്കെ അവ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കാറ്. എന്നാൽ മറ്റൊരു വൈഷമ്യവും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് വേഗത്തിൽ അവിടെ എത്തി ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് വേറെയും ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ സംഭവസ്ഥലത്ത് എത്തുവാൻ തന്നെ ഒരു ദിവസം മുഴുവനും യാത്ര ചെയ്യേണ്ടി വരും. മറ്റു ചിലപ്പോഴാകട്ടെ അത് 2 ദിവസവും ആകാം. ഇതുമൂലം പലപ്പോഴും ഞാൻ വളരെയേറെ വൈകിപ്പോകും. അപ്പോഴേക്ക് സിംഹം ഇരയെ ആഹരിച്ച് വളരെയേറെ ദൂരം മുൻപോട്ട് പോയിരിക്കും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊന്നും ഉണ്ടാകില്ല. അതോടെ വീണ്ടും എനിക്ക് എൻ്റെ പഴയ സ്ഥലത്തേക്ക് മടങ്ങേണ്ടി വരും. അവസാനം ഞാനതിനെ വെടിവെച്ചു. പക്ഷേ എനിക്കതിന് കഠിനമായിട്ടുള്ള 5 ആഴ്ചകളാണ് വേണ്ടി വന്നത്. ഇത്തവണ ഞാൻ അവനെയും മറികടന്ന് മുൻകൂറായി ഒരു ഗ്രാമത്തിൽ ക്യാമ്പ് ചെയ്തു. അവിടെ ഏത് നിമിഷവും അത് പ്രത്യക്ഷപ്പെടുമെന്ന് ഊഹിച്ചു. ഒടുവിൽ ഞാൻ വിചാരിച്ചത് സംഭവിച്ചു. സൂര്യാസ്തമയ സമയത്താണ് അതുണ്ടായത്. പ്രായമായ ഒരു മത്സ്യത്തൊഴിലാളിയും അയാളുടെ മകനും മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലെത്തി. അവർ തോണിയിൽ നിന്നും തങ്ങൾ പിടിച്ച മീൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ നരഭോജി പ്രത്യക്ഷപ്പെടുകയും വൃദ്ധനെ പിടികൂടുകയും ചെയ്തു. ആ സമയത്ത് അയാൾ കരയിൽ നിൽക്കുകയായിരുന്നു. മകനാകട്ടെ തോണിയിൽ നിന്നുകൊണ്ട് മീൻ പിതാവിൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്ന തിരക്കിലും. അപ്പോഴാണത് സംഭവിച്ചത്. കുതിച്ചു വന്ന സിംഹം വൃദ്ധനെ കടിച്ചു വീഴ്ത്തുകയും സമീപത്തുള്ള പുല്ലും കൂട്ടത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു. ഉടനടി യുവാവ് ഈ കാര്യം എന്നോട് പറയുവാനായിട്ട് ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. അവൻ്റെ ആ പ്രവൃത്തിയെ ധൈര്യം എന്നല്ല പറയേണ്ടത്, അവന് വലിയ മനസാന്നിധ്യമുണ്ടെന്ന് വേണം അനുമാനിക്കുവാൻ. സമാനമായ സാഹചര്യം വന്നാൽ മിക്ക ആളുകളും ചെയ്യുക ഇതായിരിക്കും. അവർ തീരത്ത് നിന്നും സുരക്ഷിതമായ ദൂരത്തിലേക്ക് വഞ്ചി തുഴഞ്ഞു പോവുകയും സഹായത്തിന് വേണ്ടി നിലവിളിക്കുകയും ചെയ്യും. വിവരമറിഞ്ഞ ഞാൻ വേഗം തന്നെ അവൻ്റെ കൂടെ പുറപ്പെട്ടു. പിന്നെ വളരെ സാവധാനം നിശബ്ദമായിട്ട് തോളോളം പൊക്കമുള്ള പുല്ലുംകൂട്ടത്തിലേക്ക് കയറി. സിംഹം വൃത്തനെ ആഹരിക്കുന്നത് വ്യക്തമായിട്ടും കേൾക്കാം. ഞാൻ പുല്ലിലൂടെ ഏകദേശം 10 വാരയോളം മുൻപോട്ട് പോയി. ഏതാനും ചുവടുകൾ കൂടി മുൻപോട്ട് വെച്ചപ്പോൾ എനിക്കവനെ കാണുവാനായിട്ട് കഴിഞ്ഞു. അവൻ നരഭോജനം ആസ്വദിക്കുന്ന തിരക്കിലായതുകൊണ്ട് എൻ്റെ സാന്നിധ്യം ശ്രദ്ധിച്ചതുമില്ല. ഏകദേശം 10 അടി അകലെ നിന്നുകൊണ്ടാണ് ഞാനതിനെ വെടിവെച്ചത്. കാരണം അകലത്തിൽ നിന്നാൽ പുല്ലിൻ്റെ മറവ് കൊണ്ട് എനിക്കതിനെ വ്യക്തമായിട്ടും കാണുവാനായിട്ട് കഴിയില്ല. ബുള്ളറ്റ് മർമ്മസ്ഥാനത്ത് നിക്ഷേപിക്കുവാനും കഴിയില്ല. അതുകൊണ്ടാണ് പരമാവധി സിംഹത്തെ സമീപിച്ച ശേഷം ട്രിഗർ അമർത്തിയത്. വെടി പൊട്ടുന്നതിനും ഒരു നിമിഷം മുൻപ് അവൻ തൻ്റെ ഘാതകൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവൻ ആഹരിക്കുന്നത് പെട്ടെന്ന് നിർത്തുകയും ഞാൻ നിൽക്കുന്ന ദിശയിലേക്ക് നോക്കുവാനായിട്ട് തല തിരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ നരഭോജനത്തിന് എന്തോ ചില പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ സുഹൃത്തായ അലിയുടെ ഗ്രാമമാണിത്. അലിയുടെ വീടിൻ്റെ തൊട്ടു പിറകിലുള്ള ഒരു ചെറിയ കുന്നിൻ ചെരുവിൽ വലിയ സടയുള്ളൊരു സിംഹമുണ്ടായിരുന്നു. അവൻ അനേകം വർഷങ്ങളായിട്ട് അവിടെ തന്നെയുണ്ട്. അവൻ പതിവായിട്ട് ചുറ്റിക്കറങ്ങുകയും അലിയുടെ വിളകൾ റെയ്ഡ് ചെയ്യുവാൻ വരുന്ന ബുഷ് പിക്കുകളെ കൊന്നൊടുക്കുവാനായിട്ട് വളരെയേറെ സഹായിക്കുകയും ചെയ്തിരുന്നു. കർഷകർക്ക് അവൻ വലിയ സഹായമായിരുന്നു. എന്നാൽ ഇന്നുവരെയും അതൊരു മനുഷ്യനെ ആക്രമിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. നേരം ഇരുട്ടുന്നതിന് തൊട്ടു പിന്നാലെയും അതുപോലെ രാത്രിയിൽ കാനനത്തിലൂടെ ഊടാടി അലയുന്ന നേരങ്ങളിലും നേരം പുലരുന്നതിനും തൊട്ടു മുൻപ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴുമെല്ലാം ഞങ്ങൾ പലപ്പോഴും അവൻ്റെ ആരോഹണ അവരോഹണ ക്രമത്തിലുള്ള ഗർജനം കേട്ടിരുന്നു. ഒന്നിലേറെ സിംഹങ്ങളുടെ ശബ്ദം കേൾക്കാത്തതുകൊണ്ടും ഈ സിംഹത്തിൻ്റേതല്ലാതെ മറ്റൊരു സിംഹത്തിൻ്റെ കാലടയാളം ആ ദേശത്ത് കാണാത്തതുകൊണ്ടും അവൻ കൂട്ടം വിട്ട ഇണയില്ലാത്ത ഒറ്റയാനാണെന്ന് വേണം അനുമാനിക്കുവാൻ.
ഈ സിംഹം പതിവായി ഗ്രാമത്തിൻ്റെ വലതുവശം വഴി കടന്നു വരും. കണ്ണിൽപ്പെടുന്ന കാട്ടുപന്നികളെ ഇടയ്ക്കിടയ്ക്ക് കൊല്ലുകയും ചെയ്യും. എങ്കിലും ആരുടെയും മുൻപിൽ അവൻ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല. അവർ സഞ്ചരിക്കുന്ന വഴികളിൽ പതിയിരുന്ന് ആരെയും ഭയപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാത്രിയിൽ അലിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ സൈക്കിളിൽ വനത്തിൻ്റെ അതിർത്തിയിലൂടെ വരുന്ന സമയത്ത് അലിയും ഞാനും വളരെ അവിചാരിതമായിട്ട് അവനെ കണ്ടിരുന്നു. അലിയുടെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 1.5-2 മൈൽ അകലെയുള്ള മാണ്ടിമ്പയ്ക്ക് മുകളിൽ വെച്ചാണ് അതുണ്ടായത്. ഞാൻ കുറച്ചു മുൻപ് സൂചിപ്പിച്ച അതേ പാലത്തിൽ വെച്ചാണ് ഞങ്ങൾ ഈ സിംഹത്തെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയത്. അവൻ ഞങ്ങൾക്കെതിരെ യാതൊരു സമരത്തിനും ശ്രമിച്ചില്ല. ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ നിസ്സംഗതയോടെ ഒന്ന് നോക്കി, അത്രമാത്രം. മറ്റൊരിക്കൽ സന്ധ്യ മയങ്ങിയപ്പോൾ അവനെ അതേ സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നുവെന്ന് അലി പിന്നീട് എന്നോട് പറഞ്ഞു. ആ സംഭവം നടക്കുമ്പോൾ അലി ഒറ്റയ്ക്കായിരുന്നു. അന്നും അവനെ ആ സിംഹം അവഗണിച്ചു. തനിക്ക് നരമാംസം വേണ്ടതില്ല, കേവലം ബുഷ് പിഗുകളെ മതി. താൻ അതിൽ സംതൃപ്തനാണെന്ന മട്ടിലാണ് അവൻ പെരുമാറിയത്. പക്ഷേ വിചിത്രം എന്താണെന്നാൽ ആ സിംഹം യഥാർത്ഥത്തിൽ ഒരു നരഭോജിയായിരുന്നു. അതുതന്നെയാണ് ആ വൃത്തനെ ആഹരിച്ചതും അതിനെ തന്നെയാണ് ഞാൻ വെടിവെച്ച് കൊന്നതും. മറ്റൊരിക്കൽ ഇതേ ജില്ലയിൽ വെച്ച് ഒരു രാത്രിയിൽ 3 നരഭോജികളുമായിട്ട് എനിക്ക് ഒരേ സമയത്ത് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ട് നിരവധി ആളുകൾ സിംഹങ്ങളാൽ കൊല്ലപ്പെട്ട ഒരു ചെറിയ റോഡ് സൈഡിലൂടെ ഞാൻ നടക്കുകയായിരുന്നു. ഈ സിംഹങ്ങൾ എവിടെ നിന്നുമാണ് വന്നത് എന്നോ അവ സാധാരണയായിട്ട് എവിടേക്കാണ് പോകുന്നത് എന്നോ അവയുടെ വാസസ്ഥലം എവിടെയാണെന്നോ തുടങ്ങി യാതൊരു കാര്യവും എനിക്കറിയില്ല. ഈ പാതയിൽ വെച്ച് സിംഹങ്ങൾ പതിവായിട്ട് മനുഷ്യരെ കൊല്ലാറുണ്ട്, അത്രമാത്രം അറിയാം. ഈ വഴിയിലൂടെ സദാസമയവും ധാരാളം പ്രാദേശികവാസികൾ സഞ്ചരിച്ചിരുന്നു. മീൻ പിടിക്കുവാനോ അല്ലെങ്കിൽ മുക്കുവ ഗോത്രക്കാരിൽ നിന്നും മീൻ വാങ്ങുവാനോ തടാകത്തിലേക്ക് മിക്ക സമയവും പുരുഷന്മാരും ആൺകുട്ടികളും പോകാറുണ്ട്. അവരുടെ ഭാര്യമാരും അമ്മമാരും അവർക്ക് ആഹാരം എത്തിക്കുവാനും അതുവഴിക്ക് സഞ്ചരിക്കുക പതിവാണ്. മറ്റു ചിലപ്പോൾ ചുമട്ടു തൊഴിലാളികളുടെ നീണ്ട നിരകൾ പുകയില ചുമടുമായിട്ട് കൊലിമാന എന്ന പട്ടണത്തിലേക്ക് ഇതുവഴിക്ക് സഞ്ചരിക്കുമായിരുന്നു. എന്നാൽ ഈ നരഭോജികൾ നടത്തിയ നരഹത്യകൾ ക്രമരഹിതമായിരുന്നു. പുകയിലയും കൊണ്ട് സഞ്ചരിക്കുന്ന വാണിജ്യ സംഘങ്ങൾ വർഷത്തിലെ ഒരു നിശ്ചിത സീസണിൽ മാത്രമാണ് അതുവഴിക്ക് കടന്നു പോവുകയും അതുപോലെ മടങ്ങി വരികയും ചെയ്യൂ. എങ്കിലും അതേ വഴിക്ക് സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന നാട്ടുകാരുടെ എണ്ണം കണക്കിലെടുത്താൽ പോലും ധാരാളം ആളുകൾ അതുവഴിക്ക് കടന്നു പോകാറുണ്ട്. ഇവിടെയും ഒരു വിഷയം ശ്രദ്ധേയമാണ്. പുകയിലയും ചുമന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ചുമട്ടുകാർ കടന്നു പോകാത്ത സീസണിലായിരുന്നു മിക്ക കൊലകളും നടന്നത്. ദിവസത്തിലെ വൈകുന്നേരവും രാത്രിയിലും ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിശ്ചയമായിട്ടും ആ സിംഹങ്ങളുമായിട്ട് നിങ്ങൾ മുഖാമുഖം കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ദിവസം അനിശ്ചിതത്വം നിറഞ്ഞ ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ ഷൂട്ടിംഗ് ലാമ്പിൽ 5 പുതിയ ബാറ്ററി നിറച്ച് എൻ്റെ ക്യാമ്പിൽ നിന്നും പുറപ്പെട്ടു. ക്യാമ്പിൽ നിന്നും ഏകദേശം 3 മൈൽ അകലെയുള്ള റോഡിലെത്തിയപ്പോൾ ആ നരഭോജികൾ വളരെ അടുത്തുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ആ സമയം വരെ 4 കാലിൽ നടക്കുന്ന ഒരു ജീവിയെയും ഞാൻ കണ്ടിരുന്നില്ല. എങ്കിലും അപകട ഭീഷണി സമീപത്തുണ്ടെന്ന് എനിക്ക് ഉള്ളിൽ നല്ല ഉറപ്പ് തോന്നി. കഷ്ടകാലത്തിന് അപ്പോഴേക്കും എൻ്റെ ലാമ്പ് മങ്ങുവാൻ തുടങ്ങി. അതെ, എൻ്റെ സിരകളെ മരവിപ്പിക്കുന്ന ഭയത്തിൻ്റെ അകമ്പടിയോടെ വളരെ വേഗതയിൽ അത് മങ്ങുകയാണ്. ഞാൻ ടോർച്ചിൽ കയറ്റിയ ബാറ്ററികൾ പഴയ സ്റ്റോക്ക് വല്ലതുമായിരിക്കും. ഇതേക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത നാട്ടുകാർക്ക് വിൽക്കുവാൻ വ്യാപാരികൾ വരുത്തിയതാകണമിത്. ഇവിടെയുള്ള സ്റ്റോറുകളിൽ നിന്നും ഇത്തരം ബാറ്ററികൾ വാങ്ങി മുൻപും ഇങ്ങനെയുള്ള അമളികൾ എനിക്ക് പിണഞ്ഞിട്ടുണ്ട്. എന്നാൽ നരഭോജികളെ പിന്തുടരുമ്പോൾ ഇത്തരമൊരു അപകടം അത് എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു. ഈ സാഹചര്യത്തിൽ നേരെ തിരിഞ്ഞ് ക്യാമ്പിലേക്ക് നടക്കുകയല്ലാതെ എൻ്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ല. കറുത്തിരുണ്ട് കാർമേഘം നിറഞ്ഞൊരു രാത്രിയായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സഞ്ചരിച്ചതിലും വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ 3 മൈലുകൾ അതായിരുന്നുവെന്ന് ഇന്നും ഞാൻ വിചാരിക്കുന്നു. ക്യാമ്പിനോട് 1/2 മൈൽ അടുത്ത് എത്തും വരെ ആ നരഭോജികൾ എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ചിലപ്പോഴൊക്കെ അപകടശങ്ക എന്നിൽ നിന്നും വിട്ടുപോകും. അപ്പോഴൊക്കെ എന്തൊക്കെയോ കാരണങ്ങളാൽ അവർ റോഡിൽ നിന്നും മാറി അവർക്ക് പരിചിതമായ കുറ്റിക്കാടുകളിലേക്ക് ഉൾവലിഞ്ഞുവെന്ന് വേണം അനുമാനിക്കുവാൻ. എങ്കിലും എനിക്ക് വ്യക്തമായിട്ടും അറിയാം, കുറഞ്ഞത് 2.5 മൈലോളം ദൂരമെങ്കിലും അവറ്റകൾ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം അതിരാവിലെ അവരുടെ കാലടയാളങ്ങൾ തിരഞ്ഞ് ഞാൻ പുറപ്പെട്ടു. എൻ്റെ അനുമാനം ഉറപ്പാക്കേണ്ടതുണ്ട്. തലേന്ന് രാത്രി ഞാൻ തിരിച്ചു നടന്ന സ്ഥലം വരെ പോവുകയുണ്ടായി. എൻ്റെ 6ാം ഇന്ദ്രിയം പറഞ്ഞത് സത്യമായിരുന്നു. പാതയുടെ വശങ്ങളിലുള്ള കുറ്റിക്കാട്ടിൽ നിന്നും നരഭോജികൾ നേരെ റോഡിലേക്കാണ് ഇറങ്ങിയത്. എനിക്ക് ഉള്ളുണർവ് ആദ്യം കിട്ടിയ സ്ഥലത്തു നിന്നും കേവലം 10-12 വാര ദൂരെയാണ് അവർ റോഡിലേക്ക് ഇറങ്ങി എൻ്റെ വരവും കാത്തു നിന്നത്. അവിടെ വെച്ചാണ് എൻ്റെ ലാമ്പ് സാവധാനം മങ്ങുവാൻ തുടങ്ങിയതും പൂർണ്ണമായിട്ടും മണഞ്ഞതും. ഇനി ഒരിക്കലും അത്തരമൊരു അവസ്ഥയെ നേരിടേണ്ടി വരരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ ഈ 3 നരഭോജികളെയും ഇല്ലാതാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇത്തവണ സമീപത്തുള്ള കടകളിൽ നിന്നും വാങ്ങിയ ബാറ്ററികളല്ല അതിനുവേണ്ടി ഉപയോഗിച്ചത്. നാസ ലാൻഡിലെ ബ്ലാൻഡറിൽ നിന്നും കുറച്ച് നല്ല ബാറ്ററികൾ എനിക്ക് കിട്ടി. അതുമെടുത്ത് ഞാൻ വീണ്ടും അതേ റോഡിലൂടെ മറ്റൊരു രാത്രിയിൽ നടന്നു. സിംഹങ്ങൾ റോഡിലൂടെ വരികയാണെങ്കിൽ ദൂരത്തു നിന്നും അവ വരുന്നത് കാണാവുന്ന വിധം വിശാലമായിട്ടുള്ള പല സ്ഥലങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ലാമ്പ് തെളിച്ചു പിടിച്ച് നടക്കാതെയാണ് ഞാൻ പോയത്. റോഡിൻ്റെ ഏതെങ്കിലും വളവിലെത്തിയാൽ ലൈറ്റ് തെളിക്കും. അപ്രതീക്ഷിതമായിട്ട് അവരുടെ മുൻപിൽ പെടാതെ ഇരിക്കുവാനുള്ള മുൻകരുതലായിരുന്നു അത്. മുൻപത്തെ രാത്രിയിൽ സംഭവിച്ചതുപോലെ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ എങ്ങാനും
അവ പതിയിരിപ്പുണ്ടെങ്കിൽ അതേക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടുവാനായിട്ട് ഞാൻ ഒരിക്കലും തെറ്റിയിട്ടില്ലാത്ത എൻ്റെ ആന്തരിക അവബോധത്തെ ആശ്രയിച്ചു. പകൽ നേരങ്ങളിൽ നരഭോജികൾ വഴിയരികിലെ പുല്ലിൻ്റെ മറവിൽ കിടന്ന് ആരെങ്കിലും വരുവാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. എന്നാൽ രാത്രിയിൽ ഈ വഴിക്കുള്ള ജനസഞ്ചാരം കുറവാണ്. അതുകൊണ്ട് അതിനുള്ള സാധ്യതയും കുറവാണ്. നരഭോജികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇരുട്ടു മുൻപ് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനാണ് ഇതുവഴിക്ക് പോകുന്ന മിക്ക ആളുകളും ശ്രമിക്കാറ്. അതുകൊണ്ട് അന്ന് രാത്രിയിൽ ഞാൻ അവരെ കണ്ടുമുട്ടുമെന്ന് എനിക്കത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ രാത്രിയിൽ അവർ എന്നെ പിന്തുടരുകയായിരുന്നു. ആ നരഭോജി കൂട്ടത്തെ ഞാൻ നേരിട്ടതും അവസാനിപ്പിച്ചതും ഇന്നുവരെ നടത്തിയ വേട്ടയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. നരഭോജികൾ സമീപത്തുണ്ടെന്ന് ബോധ്യമാകും വരെ ഞാൻ റോഡിലൂടെ ഏതാനും മൈലുകൾ മുൻപോട്ട് നടന്നു. ഇവിടെ വെച്ച് റോഡിൽ ഒരു വളവുണ്ട്. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് ലാമ്പ് ഓൺ ചെയ്തു. ആ വളവ് തിരിഞ്ഞതും മറുവശത്തായിട്ട് ഏകദേശം 30 മീറ്റർ അകലെ നിന്നും അവർ എൻ്റെ നേർക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് എന്നെ വരവേറ്റത്. ലാമ്പിൻ്റെ പ്രകാശം പതിച്ചതും അവർ ഒരു നിമിഷം നിശ്ചലമായി. അതേ നിമിഷം എൻ്റെ റൈഫിളിൽ നിന്നും വെടിപൊട്ടി. ഒരെണ്ണം ചത്തു വീണു. എന്നാൽ മറ്റുള്ളവ എനിക്ക് അവസരം നൽകിയില്ല. ഞാൻ വെടിവെച്ച അതേ നിമിഷം തന്നെ അവർ മറുദിശയിലേക്ക് തിരിയുകയും സമീപത്തുള്ള പുല്ലും കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കുതിച്ചു മറയുകയും ചെയ്തു. അവരുടെ ഈ പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ വിരുദ്ധമായിരുന്നു. അവരും വെടിയൊച്ചയുടെ ആഘാതത്തിൽ സ്തംഭിച്ചു നിൽക്കുമെന്നും അതുവഴി എനിക്ക് വളരെ എളുപ്പത്തിൽ അവരെ കീഴ്പ്പെടുത്താമെന്നുമായിരുന്നു എൻ്റെ ധാരണ. ഞാൻ അവർ ഓടി മറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു. പക്ഷേ പുല്ലിന് ഉയരെ കൂടുതൽ ഉള്ളതുകൊണ്ട് ഒന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല. അവസാനം ലൈറ്റും അണച്ച ഒന്ന് പുകവലിക്കുവാനായിട്ട് തീ കൊളുത്തി. എന്നിട്ട് ഇനി എന്തു വേണമെന്ന് ആലോചിച്ചു. എനിക്ക് അവരെ 2 പേരെയും വേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഒന്ന് കൊല്ലപ്പെട്ടുവെന്ന് വിചാരിച്ച് അവരുടെ നരഭോജനശീലം മാറുകയില്ല. പൊതുവെ അങ്ങനെയാണ് കണ്ടുവരാറ്. മനുഷ്യരുടെ പ്രതിരോധത്തിന് വന്യമൃഗങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരുവാനായിട്ട് സാധിക്കില്ല. സിംഹമാകട്ടെ പ്രവചനാതീതമായിട്ടുള്ളൊരു ജീവിയുമാണ്. ഒരു 21 അല്ലെങ്കിൽ ബ്ലാക്ക് ജാക്ക് കാർഡ് ഗെയിമിൽ ഒരു സ്കോർ ഒരേ രീതിയിൽ കാണപ്പെട്ടേക്കാം. എന്നാൽ പെട്ടെന്നത് 21 പോയിന്റ് തികയ്ക്കുവാനും വഴിയുണ്ട്. അതാകട്ടെ നിങ്ങൾ വിചാരിച്ചതുമായിരിക്കില്ല. അതുപോലെ ആ ഗെയിമിൽ എന്ന പോലെ തങ്ങളുടെ ഇണയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാണുവാനായിട്ട് അവർ എത്രയും വേഗമോ അല്ലെങ്കിൽ പിന്നീടോ അതേ സ്ഥലത്തേക്ക് മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു പരീക്ഷണം മാത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ ചത്ത സിംഹം കിടക്കുന്ന കാറ്റ് ദിശയ്ക്കെതിരെ റോഡിലൂടെ തന്നെ നടന്നു. സുമാർ 1/2 കിലോമീറ്റർ ദൂരെ എത്തിയപ്പോൾ ഒരു മരത്തിൽ പുറം ചേർത്തിരുന്ന് പൈപ്പ് കത്തിച്ചു. പുക വലിക്കുമ്പോഴും എൻ്റെ ചിന്തകൾ രക്ഷപ്പെട്ടു പോയ നരഭോജികളെക്കുറിച്ചായിരുന്നു. അവർ ചത്ത ഇണയുടെ അടുത്തേക്ക് മടങ്ങിയെത്തുകയും ഞാൻ അവരെ അവിടെ വെച്ച് കണ്ടെത്തുകയും ചെയ്തു എന്ന് കരുതുക. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവർ നിൽക്കുമോ, അതോ മുൻപെന്ന പോലെ എനിക്കൊരു അവസരം പോലും തരാതെ അവർ ഓടി മറയുമോ? അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത്? പിന്നെ ഞാൻ എൻ്റെ ചിന്തകളെ വഴിതിരിച്ചു വിട്ടു. അതിപ്രകാരമായിരുന്നു: ഞാൻ അവരെ കണ്ടെത്തും വരെ അവർ അവരുടെ മരണവും കാത്ത് ജീവിക്കട്ടെ. ഒടുവിൽ പുകവലി പൂർത്തിയായി. പൈപ്പിലെ ചാരം തട്ടിക്കളഞ്ഞ് പോക്കറ്റിലിട്ടു. എന്നിട്ട് ചത്ത സിംഹത്തിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്ന ഉദ്ദേശത്തോടെ എഴുന്നേറ്റു. അപ്പോഴാണ് രക്ഷപ്പെട്ട മറ്റ് 2 നരഭോജികളും എൻ്റെ സമീപത്ത് എവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ വളരെ ശക്തമായിട്ട് എനിക്കുണ്ടായത്. ആ ചിന്തയാകട്ടെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അവർ ചത്ത സിംഹത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇതാ ഇവിടേക്ക്, എൻ്റെ അരികിലേക്കാണ് അവർ വന്നത്. തീർച്ചയായിട്ടും അവർ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. ഒരിക്കലും പിഴയ്ക്കാത്ത ഇത്തരം ആന്തരിക മുന്നറിയിപ്പ് പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ സമയമായപ്പോഴേക്കും മണൽ നിറഞ്ഞ റോഡ് കാണുവാനായിട്ട് കഴിയാത്ത വിധം രാത്രി കനത്തിരുന്നു. എൻ്റെ പുറകിലായിട്ട് കാണുന്ന വരണ്ട വനത്തിൽ ഇടവിട്ട മരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിൽ ചെറിയ പുല്ലുകൾ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ തൊട്ടടുത്തുള്ള പുല്ലുകൾ ഒഴികെ ഒന്നും തന്നെ കാണുവാൻ കഴിയുന്നില്ല. അത്രയ്ക്കിരുട്ടാണ്. ഉയരം കുറഞ്ഞ പുല്ലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം ഇരിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. മറിച്ച് നീളമുള്ള പുല്ലാണ് ചുറ്റുമെങ്കിൽ അപകടം എന്നെ സമീപിച്ചാൽ പോലും അറിയുവാനായിട്ട് കഴിയില്ല. ഈ തുറന്ന സ്ഥലത്ത് ലാമ്പ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. എങ്കിലും നരഭോജികൾ അടുത്തേക്ക് വരും വരെ കാത്തിരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. കാരണം ഫലപ്രദമായിട്ടുള്ളൊരു ഷോട്ട് എടുക്കുവാനുള്ള സമയമായെന്ന് ബോധ്യം വരുന്നതിന് മുൻപ് ടോർച്ച് തെളിച്ചാൽ വെളിച്ചം അവരെ അകറ്റിക്കളയും. നരഭോജികൾ എന്നെ സമീപിക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ചതിലും വേഗത്തിൽ. എൻ്റെ 6ാം ഇന്ദ്രിയത്തിൻ്റെ ഉൾപ്രേരണ കൂടുതൽ സജീവമായി. പൊടുന്നനെ ഇടതുവശത്തേക്ക് നോക്കുവാനായിട്ട് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ ഉറപ്പിക്കാം, അപകടം വരുന്നതും അതുവഴിക്കാണ്. ഞാൻ വേഗത്തിൽ എൻ്റെ സേഫ്റ്റി സ്ലൈഡ് മുൻപോട്ട് നീക്കി. എന്നിട്ട് ഇടത്തോട്ട് തല തിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലാമ്പ് സ്വിച്ച് ഓണാക്കി. ഷൂട്ടിംഗ് ലാമ്പിൽ നിന്നും പുറപ്പെട്ട വെളിച്ചം കേവലം 15ഓ 20ഓ മീറ്റർ അകലെ നിൽക്കുന്ന ഒരു ജോഡി സിംഹങ്ങളെ വെളിപ്പെടുത്തി. അവരും എൻ്റെ നേരെ നോക്കി. ഞാൻ റൈഫിൾ ഉയർത്തി. 1ാമത്തെ സിംഹം തല ഉയർത്തിയത് കണ്ടു. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ലക്ഷ്യം വെച്ച് ഒരു ഷോട്ട് ഉതിർത്തു. ഒരു മുരൾച്ചയോടെ അവൾ നിലംപതിച്ചു. പിന്നെ അനക്കമില്ലാതെ കിടന്നു. വെടിയേറ്റ ഒരു സിംഹം മറിഞ്ഞു വീണ അതേ നിമിഷത്തിൽ മറ്റേ സിംഹം ആക്രമിക്കുവാൻ എന്ന പോലെ കുനിഞ്ഞൊന്ന് പതുങ്ങി. എങ്കിലും അവൾ അതിന് മുതിരില്ല എന്ന് എനിക്കറിയാം. കാരണം ഒരു സിംഹവും അതിന് വ്യക്തമായിട്ട് കാണുവാൻ കഴിയാത്ത എതിരാളിയുടെ നേർക്ക് ആക്രമണം അഴിച്ചു വിടാറില്ല. ഞാൻ മരത്തിന് മറഞ്ഞ്
എൻ്റെ ഗൺ സൈറ്റ്സ് അവൾക്ക് നേരെ തിരിച്ചു. പക്ഷേ ട്രിഗർ അമർത്തുന്നതിന് തൊട്ടു മുൻപ് അവൾ വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്നും കുതിച്ചു പാഞ്ഞു. മൃഗം വീഴുമെന്ന് ഉറപ്പ് കിട്ടാതെ നിറയൊഴിക്കുക എൻ്റെ ശീലമല്ല. അതുകൊണ്ട് ഞാൻ തോക്കുമായിട്ട് മരത്തിൻ്റെ മറവിൽ നിന്നും പുറത്തു ചാടി. എന്നിട്ട് പിന്നാലെ ഓടി. അവളാകട്ടെ ഒരു 15-20 വാര അകലെ എത്തിയ ശേഷം പെട്ടെന്ന് നിന്നു. എന്നിട്ട് ഒരു വശത്തേക്ക് തിരിഞ്ഞ് അവളുടെ കൂട്ടുകാരിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുവാനായിട്ട് പിന്നിലേക്കൊന്ന് നോക്കി. ഇത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. അടുത്ത നിമിഷം എൻ്റെ ബുള്ളറ്റ് അവളുടെ തോളിലൂടെ പാഞ്ഞു. സിംഹം നിന്ന നിൽപ്പിൽ കൊല്ലപ്പെട്ടാണ് നിലത്തേക്ക് വീണത്. ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ 3 സിംഹങ്ങളുമാണ് നരഭോജികളെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന ചോദ്യം ഇപ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാം. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. വേട്ടയാടുന്ന സിംഹം ഒരു നരഭോജി അല്ലെങ്കിൽ സാധാരണഗതിയിൽ അപകടം സമീപത്തുണ്ട് എന്നുള്ള ആന്തരിക മുന്നറിയിപ്പ് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഒരു സാധാരണ സിംഹമാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയോ അവയ്ക്ക് പ്രകോപനം ഉണ്ടാക്കുകയോ ചെയ്യാത്ത പക്ഷം യാതൊരു അപകടവുമില്ല. യാതൊരു ആയുധവും കൈവശമില്ലാതെ നിരവധി പ്രാവശ്യം വളരെ അടുത്തെന്നോണം സിംഹങ്ങളുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് അവർ ജിജ്ഞാസയോടെ എന്നെ ഒന്ന് നോക്കും. അവരുടെ ആകാംക്ഷ അവസാനിക്കുമ്പോൾ അവരുടെ പാട് നോക്കി പോവുകയും ചെയ്യും. കൂടാതെ എൻ്റെ കഥകളിൽ ഞാൻ പലപ്പോഴും പരാമർശിക്കുന്ന കാട്ടുപോത്തുകൾ ധാരാളമുള്ള ആ ജില്ലയിൽ വെച്ച് ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. വളർത്തു മൃഗങ്ങളെ മാത്രം ആക്രമിക്കുന്ന 2 സിംഹങ്ങൾ രാത്രിയിൽ എൻ്റെ കട്ടിലിനോട് ചേർന്ന് സമീപത്തുള്ള വെള്ളക്കുഴിയിലേക്ക് പോവുക പതിവായിരുന്നു. എൻ്റെ കട്ടിലിൻ്റെ കാൽക്കൽ ഭാഗത്ത് നിന്നുകൊണ്ട്, അതും അവരിൽ നിന്നും കേവലം 8-10 അടിക്കുള്ളിലായിട്ട് ഉറങ്ങുന്ന എന്നെയും നോക്കി അവരങ്ങനെ നിൽക്കും. ആ സമയത്ത് ശക്തമായ കാറ്റ് അവരെയും മറികടന്ന് എൻ്റെ നേർക്ക് വീശുന്നുണ്ടാവും. പക്ഷേ ഒരിക്കൽ പോലും അവരുടെ സാന്നിധ്യം എന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയിട്ടില്ല. അടുത്ത പ്രഭാതത്തിൽ അവർ രാത്രിയിൽ ഇവിടെ എത്തിയിരുന്നു എന്ന കഥ പറയുവാൻ അവരുടെ കാലടയാളം പൂഴിമണ്ണിൽ ഉണ്ടായിരിക്കും. ആസന്നമായ അപകടത്തെക്കുറിച്ചുള്ള ആന്തരിക മുന്നറിയിപ്പ് അത്തരം സാഹചര്യങ്ങളിൽ എനിക്കുണ്ടായിട്ടില്ല. നരഭോജികളല്ലാത്ത സിംഹങ്ങളെ മനുഷ്യൻ ഭയക്കേണ്ടതില്ല എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുമായിട്ട് ഇടപഴകി ശീലമില്ലാത്തവർ സിംഹങ്ങൾ കാണുന്ന മാത്രയിൽ മനുഷ്യനെ ആക്രമിക്കുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്കത് വിചിത്രമായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകില്ല. ഒരു വന്യമൃഗവും മനുഷ്യനെ പ്രകോപനമില്ലാതെ മനഃപൂർവ്വം ആക്രമിക്കില്ല. ഇത് ഞാൻ ഉറപ്പിച്ചു പറയും. എങ്കിലും മറ്റൊരു കാര്യം കൂടി ഓർക്കണം. നിങ്ങൾ പ്രകോപനം നടത്തി കാണില്ല. എന്നാൽ മറ്റാരെങ്കിലും മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം മറിച്ചായിരിക്കും. ഉദാഹരണത്തിന്, ശക്തി കുറഞ്ഞ വെടിയുണ്ട ഉപയോഗിച്ച് ആരെങ്കിലും അതിൻ്റെ വാരിയലിൽ പരിക്കേൽപ്പിച്ച് കാണും. അല്ലെങ്കിൽ വിഷം കലർന്ന അമ്പ ശരീരത്തിൽ എയ്ത് കാണും. വിഷബാധ ഏറ്റതിനു ശേഷം അതിൻ്റെ മുറിവ് അണുബാധയേറ്റ് പഴുക്കും. അത്തരമൊരു മൃഗത്തെ നിങ്ങൾ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയാൽ അതിൻ്റെ പരിണിത ഫലം വളരെ മോശമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അത്തരം ഏറ്റുമുട്ടലുകൾ വളരെ അപൂർവമാണ്. ഇക്കാലത്ത് വലിയ വലിയ നഗരങ്ങളിലെ ട്രാഫിക്കിൽ വെച്ചുണ്ടാകുന്ന അപകടത്തെക്കാളും വളരെ വളരെ കുറവാണ്. നഗരങ്ങളിൽ ജീവിക്കുന്ന അത്ര അപകടമില്ല ആഫ്രിക്കൻ വനങ്ങളിൽ ജീവിക്കുന്നതിന്. എന്നാൽ എന്തുകൊണ്ടോ നിങ്ങൾ ട്രാഫിക് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല. അതേക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധം നിങ്ങളത് ശീലമാക്കിയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ആഫ്രിക്കൻ വനങ്ങളിലും അതുപോലെ മറ്റു വനദേശങ്ങളിലും ജീവിതം ജീവിച്ചു തീർക്കുന്നവർക്കും. അവരും നഗരജീവിതം പോലെ ഇതുമായിട്ട് ഇണങ്ങിയിരിക്കുന്നു. ആഫ്രിക്കയെക്കുറിച്ച് സാധാരണക്കാർക്കുള്ള തെറ്റിദ്ധാരണ അകറ്റുവാനായിട്ട് ഈ പുസ്തകം വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, ആഫ്രിക്കക്കാർ സഹിക്കുന്ന യാതനകളെക്കുറിച്ച് പറയുവാൻ ആരെങ്കിലും മുൻപോട്ട് വരേണ്ടതുണ്ട്. ആ വിചാരവും ഇത് എഴുതുവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പ്രൊഫഷണൽ വേട്ടക്കാരൻ വെറും ഒരു കശാപ്പുകാരനാണെന്ന പൊതുവിശ്വാസം ഇല്ലാതാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വൻതോതിൽ ആനകളെയും പോത്തുകളെയും കൊന്നൊടുക്കുന്നതിൽ രോഷം പ്രകടിപ്പിച്ച് വീട്ടിലെ ചാരു കസേരയിൽ നിസ്സംഗനായിട്ടിരിക്കുന്ന ഒരു പരിസ്ഥിതിവാദിയെ സംബന്ധിച്ച് ഇത്തരം കഥകൾ അയാൾക്ക് ദഹിക്കില്ല. ഒരു സുപ്രഭാതത്തിൽ അവൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തനിക്കും തൻ്റെ കുടുംബത്തിനും 1 വർഷം അതിജീവിക്കേണ്ട കൃഷിയും മറ്റും പരിപൂർണമായിട്ട് നശിച്ചതായിട്ട് കാണുന്നുവെന്ന് കരുതുക. നഗരവാസിയായിട്ടുള്ള അയാൾക്ക് തൻ്റെ കശാപ്പ് കടക്കാരനെയോ അല്ലെങ്കിൽ പലചരക്ക് വ്യാപാരിയോ ഒന്ന് ഫോൺ ചെയ്താൽ മാത്രം മതി. അവന് ആവശ്യമുള്ളതെന്തും വാതിൽക്കൽ വരും. എന്നാൽ ഒരു ആഫ്രിക്കക്കാരൻ്റെ അവസ്ഥ നേരെ മറിച്ചാണ്. അവന് ടെലഫോണില്ല. അവനെ സഹായിക്കുവാനായിട്ട് കശാപ്പ് കടക്കാരനോ പലചരക്ക് വ്യാപാരിയോ അങ്ങനെ ആരുമില്ല. ആ സമയം ഒരു പ്രൊഫഷണൽ വേട്ടക്കാരന് മാത്രമാണ് അവനെ സഹായിക്കുവാനായിട്ട് കഴിയൂ. മൃഗങ്ങൾക്ക് ഭക്ഷിക്കുവാനായിട്ട് വനത്തിൽ യാതൊന്നുമില്ലെങ്കിൽ അവരുടെ പ്രവൃത്തിക്ക് ന്യായീകരണമുണ്ട്. എന്നാൽ എളുപ്പത്തിൽ ആഹാരം കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്തപ്പെട്ടാൽ അങ്ങനെയൊന്നും അവരത് ഉപേക്ഷിക്കില്ല. അത്തരം ഒരു അവസ്ഥയിൽ അവയെ ഇല്ലാതാക്കുക എന്നതു മാത്രമാണ് ഒരേ ഒരു പോംവഴി. വെള്ളക്കാരൻ്റെ കടന്നു വരവിന് മുൻപുള്ള കാലത്തിൽ ആഫ്രിക്കക്കാർ ഇത്തരം അവസ്ഥകളെ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന ചോദ്യമാകാം ഇപ്പോൾ നിങ്ങൾ ഉയർത്തുക. അവർ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ എന്തുകൊണ്ട് അതിജീവിച്ചുകൂടാ എന്നാകാം നിങ്ങളുടെ ചോദ്യം. അതിനുള്ള ഉത്തരം ഇതാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ, നികൃഷ്ടമായിട്ടുള്ള അടിമത്തം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ആഫ്രിക്കയിൽ ജനസംഖ്യ താരതമ്യേന കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൃഷിഭൂമി ഇന്നുള്ളതുപോലെ അത്ര വ്യാപകമായിരുന്നില്ല. രണ്ടാമതായിട്ട് അവർ വർഷം തോറും നിരവധി ആനകളെ കൊന്ന് അവയുടെ പെരുപ്പം നിയന്ത്രിക്കാറുണ്ട്.
അന്ന് വനഭൂമി കൂടുതലും കൃഷിയിടം കുറവുമായിരുന്നു. അതുകൊണ്ട് ഇന്നുള്ളതുപോലെ മൃഗങ്ങളുടെ ആക്രമണം അത്ര വ്യാപകമല്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കുവാൻ. ആഫ്രിക്കക്കാരൻ്റെ പ്രാകൃതവും കിരാതവുമായിട്ടുള്ള നായാട്ട് രീതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരിചയസമ്പന്നനായ ഒരു ആധുനിക ആന വേട്ടക്കാരൻ നടത്തുന്ന വേട്ടയെ ദയാവധമെന്ന് പറയേണ്ടതുണ്ട്. ഒരു റൈഫിൾ കൊണ്ട് നൽകുന്ന തൽക്ഷണ മരണം ന്യായീകരിക്കാം. ഇന്ന് ഒരു ആഫ്രിക്കക്കാരൻ്റെ കൃഷിഭൂമിയിൽ ആനകൾ തേർവാഴ്ച നടത്തിയാലും അതിനെ കൊല്ലുവാനായിട്ട് അവൻ അനുവാദമില്ല. അവനെ സഹായിക്കുവാൻ സർക്കാർ ഒരു വേട്ടക്കാരനെ അയക്കാത്ത പക്ഷം അത് അവരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആഫ്രിക്കക്കാർ എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് കൃഷിനാശം വരുത്തുന്ന ആനകളെയും കാട്ടുപോത്തിനെയും ഹിപ്പോകളെയും ഇടയ്ക്കിടയ്ക്ക് മനുഷ്യജീവന് ഭീഷണിയാകുന്ന മുതലകളെയും നരഭോജികളായിട്ടുള്ള സിംഹങ്ങളെയും കൊല്ലുന്നതിൽ എനിക്ക് യാതൊരു ഖേദവും തോന്നിയിട്ടില്ല. മറിച്ച് അതിൽ ന്യായമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മിസ്റ്റർ എക്സിൻ്റെ 6ാമത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. മുൻ കഥകളുടെ ലിങ്ക് കീഴെ കൊടുക്കുന്നുണ്ട്. കാണാത്തവർക്ക് അതും കാണാം.